ഹായ് മക്കൾസ്, അറക്കലാണ്. ഓണം വെക്കേഷനൊക്കെ നിങ്ങൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യണം. നിങ്ങളുടെ പരീക്ഷയൊക്കെ അത്യാവശ്യം കട്ടിയായിരുന്നു. മൊത്തത്തിൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ മാറിയ സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിരുന്നു എന്നാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം. അതൊക്കെ പോട്ടെ, ഇനി പ്രശ്നമാക്കണ്ട. ബൈ ദ ബൈ, ഓണം എക്സാം കഴിഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്യം ക്രിസ്മസ് എക്സാം ആണ്. ഓണം എക്സാമിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം വൃത്തിയിൽ പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്മസ് എക്സാം കഷ്ടിച്ചൊരു 3 മാസം ഇല്ല, ഒരു 2.5 മാസമൊക്കെ ഐ തിങ്ക് ഉണ്ടാവുള്ളൂ. മാത്രമല്ല അതിൽ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ ആർട്സ് ഉണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും, കലോത്സവങ്ങൾ ഉണ്ടാവും, സബ് ജില്ലാ കലോത്സവ കായികമേളകൾ ഉണ്ടാവും, പിന്നെ മേ ബി ട്രിപ്പ്, ടൂറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പഠനയാത്രകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര റഷ് ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ടേം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാൻ കുറച്ച് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മേ ബി ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്ത പരീക്ഷ. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല. കാരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിക്വേഷൻ കണ്ടെത്തണം. അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് ഉണ്ട്. ഓണം 10 എന്നാണ് കൂപ്പൺ കോഡ്. ആ ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സെപ്റ്റംബർ 10 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ടും ക്രിസ്മസ് എക്സാം നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓണം എക്സാമിന് ആർക്കെങ്കിലും മാർക്ക് കുറയുമെന്ന പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിസ്മസ് എക്സാം തൂഫാനാക്കാൻ പറ്റുള്ള ഒരു ഓപ്ഷനാണ് സൈലത്തിൻ്റെ ഈ ഒരു ഓഫർ. സോ എല്ലാവരും മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക. സോ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.